കൊള്ളാം. നീ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിലേ ക്ലബ് ഡാൻസറായിട്ട് ബെസ്റ്റ് ഫ്യൂച്ചർ ഉണ്ട്. മുമൈദ് ഖാനെ പോലെ നല്ല ബിസി ആവും. എടോ ബോബി, സാർ. ആ ശരണ്ന്റെ ഫോൺ നമ്പർ ഉണ്ടോടോ? എന്തിനാ സാർ? അവന് ഫോൺ ചെയ്ത് ഞങ്ങളുടെ മോളെ കാല് ചവിട്ടി പൊളിച്ചു പറയാൻ. അതെന്തിനാ സാർ? മോള് നിങ്ങളുടെ ജീവനല്ലേ സാർ? ഓ മോള്, അവള് വെറുമ്പോളാ, എച്ചിയുടെ മോളാ അവള്. എത്ര വർഷമായി ഞാൻ സഹിക്കാതറിയാമോടാ അവളെ. എന്നെ കുഴങ്ങി ഏൽപ്പിച്ചോണ്ടിരിക്കുക. എവിടാണ് അവൻ? അവളുടെ തന്ത, എന്റെ പോസ്റ്റേട്ട. ഇങ്ങനെയാണോടാ അടിച്ചത് നിന്നെയല്ല, ആ കാർത്തികേനെയാ. എന്താടാ നിനക്ക് മാത്രമുള്ളടാ മോള്? വേറെ ആർക്കും മക്കളില്ലൂടാ. ഇവിടെ തന്നെ സ്വർഗത്തിൽ നിന്ന് പൊട്ടിവിടാണ്. ദേവകന്യാണോടാ അവളെ? എന്റെ വിഷമോട് അവള് ജനിച്ചപ്പോ പോലെ മോളെ 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 വിളിച്ച് ഷുഗർ വന്ന് BP വന്ന്. ഇനി മേലിൽ നീ ആണെങ്കിലും നിന്റെ മോളാണെങ്കിലും എന്റെ പേരെങ്ങാനും പിശാചിന്റെ മോള്. കണ്ടില്ലേ പുതിയ ആംഗിളായത്? ആർക്കൊക്കെ എന്തൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ആർക്കറിയാം? ഇവന്റെ സിനിമ മോൾ എന്റെ ജീവൻ, ഇവന്റെ ഇന്നർ വോയിസ് ഇതും. അതുകൊണ്ട് ആ സിനിമയെ കാണുന്നത് ആരും വിശ്വസിക്കരുതെന്ന് പറയുന്നു. ഒരു സൈഡിൽ അമർത്തുമ്പോ മറ്റേ സൈഡ് വേദനിക്കുക. പിന്നെന്തൊക്കെയുണ്ട്? വയറ്റില് ആകെ ഒരു പുകച്ചില് പോലെ. ഇതിനാണ് വിശപ്പെന്ന് പറയും. എല്ലാവരും അധ്വാനിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അതിന് എത്ര രൂപയ്ക്ക് വിൽക്കും? ഏതിന്? ആ ഫിഷിനെ എനിക്ക് വേണം. ഞാൻ വിൽക്കുന്നില്ല. There you have $100. No. $200? No. $500? Sorry. $1,000? 50,000 രൂപ. ശരി, $1,000 plus platinum chain. Okay? ലോകത്ത് പണം കൊണ്ട് നേടാൻ കഴിയാത്തത് ഒരുപാടുണ്ട്. അതിലൊന്ന് ഈ ഫിഷ്. Tell me sir, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും തരൂ. Yeah. എന്ത് ചോദിച്ചാലും. നന്നായി ആലോചിക്ക്. കണ്ടില്ലേ, ആഹാരത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ പെയിൻ ഇതാ. വിശപ്പ് എന്ത് തെറ്റും ചെയ്യിക്കും. ഇതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കിക്കും. നീ ചിന്തിക്കുന്നൊന്നും ചോദിക്കില്ല. എൻ്റെ ഡ്രസ്സൊക്കെ നീ കഴുകി തരണം. ഈ മീൻ വേണമെങ്കിൽ എൻ്റെ ഡ്രസ്സ് കഴുകും. തിന്നു. ശ്രദ്ധിച്ച് മുള്ളുണ്ട്, ശ്രദ്ധിച്ച്. എപ്പോഴും സോൾട്ടൊന്നും ഇല്ലാതെ കുഴപ്പമുണ്ടോ? No problem. എന്താ റൂമി, എന്തു പറ്റി? I got scared. അയ്യേ, അത് രാവണ്യാസന്റെ മടമ്പിടിയല്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർമിംഗ് അപ്പ്. ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതായിരുന്നു.